സഖാക്കളുടെ സംസ്കാരത്തെക്കുറിച്ചും സഖാക്കളെ മര്യാദ പഠിപ്പിച്ചും വവ്വാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കൂടുതലൊന്നും വവ്വാലിനോട് പറയുന്നില്ല. നീ പറഞ്ഞ ഒരു വീഡിയോ മാത്രം നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാം പോട്ടെ, കുഞ്ഞനന്തൻ എന്ന് പറഞ്ഞ ഹാർഡ് കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്തനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ CPM നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ മറന്നുപോയോ? പിണറായി വിജയൻ എന്താ എഴുതിയത്? വവ്വാൽ രാഹുലെ, നിന്റെ അച്ഛന്റെ പ്രായമോ അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ പിന്നീട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ചത്തു 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 എന്ന് എടുത്തു പറഞ്ഞ വവ്വാലെ, നിന്റെ സംസ്കാരവും നിന്റെ സംസ്കാര പഠനവും ഒന്നും കേരളത്തിലെ സഖാക്കൾക്കില്ല. അപകടങ്ങളും മരണങ്ങളും ആരെയും വിശുദ്ധരാക്കുന്നില്ല, വിശുദ്ധരാക്കത്തതുമില്ല. ചില അപകടങ്ങളും ചില മരണങ്ങളും ചിലതൊക്കെ ഓർത്തെടുക്കേണ്ടതുണ്ട്, ചിലരെയൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതുമുണ്ട്. ആരുടെയും അപകടങ്ങളിലും മരണങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കത്തില്ല, സന്തോഷിക്കാറുമില്ല. പക്ഷേ നിങ്ങൾ കാറ്റു വിതച്ച് ഞങ്ങൾ കൊടുങ്കാറ്റായി മാറുമ്പോൾ നിങ്ങൾക്കത് താങ്ങാനാവില്ല എന്നുള്ളത് നിങ്ങളാണ് ഓർക്കേണ്ടത്. RSSന്റെ വർഗീയതയ്ക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടി ഒരു നാടിന്റെ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിനിടയിൽ കൊല്ലപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ്, ധീരരക്തസാക്ഷി സഖാവ് കുഞ്ഞിരാമനെ ഷാപ്പിലെ തർക്കത്തിനിടയിൽ കൊല്ലപ്പെട്ടവനാണെന്ന് പറഞ്ഞവനോടും അവന്റെ കുടുംബത്തോടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മമതയുമില്ല. സൈമൺ ബ്രിട്ടോ എന്ന ധീരനായ ഒരു സഖാവിനെ കടാരത്തുമ്പിൽ വീഴ്ത്തിയവനോടും പിന്നീട് ആ കുടുംബത്തെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചവരോടും ഞങ്ങൾക്ക് സഹതാപവുമില്ല. ഞങ്ങൾക്കിടയിലുള്ളവരുടെ അപകടങ്ങളും മരണങ്ങളും നിങ്ങൾ ആഘോഷപൂർവമാക്കുമ്പോൾ ഓർക്കുക, മരണവും അപകടവും ആർക്കും അന്യമല്ല. മരണവും അപകടവും ആർക്കും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും സംഭവിക്കാമെന്നുള്ളത് ഓർക്കേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും നിങ്ങളാണ്, നിങ്ങളെയാണ്. സഖാക്കളുടെ സംസ്കാരത്തെക്കുറിച്ചും സഖാക്കളെ മര്യാദ പഠിപ്പിച്ചും വവ്വാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കൂടുതലൊന്നും വവ്വാലിനോട് പറയുന്നില്ല. നീ പറഞ്ഞ ഒരു വീഡിയോ മാത്രം നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാം പോട്ടെ, കുഞ്ഞനന്തൻ എന്ന് പറഞ്ഞ ഹാർഡ് കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്തനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ CPM നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ മറന്നുപോയോ? പിണറായി വിജയൻ എന്താ എഴുതിയത്? വവ്വാൽ രാഹുലെ, നിന്റെ അച്ഛന്റെ പ്രായമോ അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ പിന്നീട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ചത്തു 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 എന്ന് എടുത്തു പറഞ്ഞ വവ്വാലെ, നിന്റെ സംസ്കാരവും നിന്റെ സംസ്കാര പഠനവും ഒന്നും കേരളത്തിലെ സഖാക്കൾക്കില്ല. ജീവിച്ചിരിക്കുന്ന KV തോമസ് മാഷിന്റെ മരണം ആഘോഷിച്ച നിങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു സംസ്കാരവും പഠിക്കാനുമില്ല. ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തരുന്നതെന്തും ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കും. കാരണം ഞങ്ങൾക്കത് താങ്ങാനുള്ള കരുത്തും മനസ്സുമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളത് തിരികെ തരുമ്പോൾ, അല്ലെങ്കിൽ ചിലതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് താങ്ങാനുള്ള ശേഷിയും കരുത്തും മനസ്സും നിങ്ങൾക്കില്ല എന്ന് നിങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, ചിലർക്കൊക്കെ ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ ധൃതിയിൽ വേഗത്തിൽ അത്യാവശ്യമായി എത്തിപ്പെടേണ്ടതുണ്ട്. എല്ലാവരും അത് ഓർക്കേണ്ടതുമുണ്ട്.